ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും MI മോട്ടിവേഷന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹ്സിൻ ഇരിക്കോൾ. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വീണ്ടും നമുക്കൊരു അവസരം നൽകിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാൻ വേണ്ടി. വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാമെന്ന് ധാരാളം സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. മുമ്പ് നാം NVSP എന്ന സൈറ്റിലൂടെയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെയായിരുന്നു ചെയ്തിരുന്നത്. അതെല്ലാം നാം നിയമസഭയ്ക്കും ലോകസഭയ്ക്കും വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ലോക്കൽ ബോഡി ഇലക്ഷനുകൾക്ക് LSG ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലൂടെയാണ് നാം അപേക്ഷിക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുന്നതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതും തിരുത്തൽ വരുത്തുന്നതുമെല്ലാം ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ആയിരിക്കും. നാം ഇന്ന് മൊബൈലിൽ നിന്ന് വളരെ സിമ്പിളായി എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം, എങ്ങനെ വോട്ടർ പട്ടികയിലുള്ള തെറ്റുകൾ തിരുത്താം, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാമെന്ന് വളരെ വിശദമായി പറയാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച മാർച്ച് 16-നാണ് അവസാനത്തെ തീയതി എന്ന് ഓർത്തുവെക്കുക. പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി മാർച്ച് 16-നാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Press the bell icon on the YouTube app and never miss. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കുള്ള നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നും വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എങ്ങനെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാമെന്നും അതോടൊപ്പം തന്നെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താമെന്നും നമ്മുടെ വാർഡിൻ്റെ മൊത്തം വോട്ടർ പട്ടിക എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കാമെന്നും വളരെ വിശദമായി നമ്മൾ പറയുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം, പഫിൻ ബ്രൗസർ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ക്ലിക്ക് ചെയ്ത ശേഷം നാം അടിച്ചു കൊടുക്കേണ്ടത് LSG ഇലക്ഷൻ കേരള gov.in എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം ഇത് മൊബൈൽ മോഡിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന 3 പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് വരികയാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നാം ഓരോന്നായിട്ട് വിശദമായി പഠിക്കാം. ഒന്നാമതായി വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുന്നതാണ്. അതിന് ചെയ്യേണ്ടത് വോട്ടറെ തിരിയുക എന്നത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ജില്ല അടിച്ചു കൊടുക്കുക, ഏതാണോ ജില്ല അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ഇതിൽ വോട്ടർ ID കാർഡ് നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വോട്ടർ നെയിം അടിച്ചാൽ ഒന്നുകിൽ കിട്ടാറുണ്ട്. ക്യാപ്ച ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ എൻ്റെ സീരിയൽ നമ്പറും എൻ്റെ വോട്ടർ ID കാർഡ് നമ്പറും എൻ്റെ ലോക്കൽ ബോഡിയും വാർഡ് നമ്പറും എല്ലാം കൃത്യമായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകളെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതാണ്. അതിനെടുക്കേണ്ടത് പേര് ഉൾപ്പെടുത്തുക എന്നതാണ്. ഈ I എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർഫേസിൽ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ധാരാളം ചോദ്യങ്ങൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. ഒന്ന് ജില്ലയാണ്, മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്ത്, വാർഡ്, പോളിംഗ് സ്റ്റേഷന്, ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. ഈ പോളിംഗ് സ്റ്റേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ 2 രീതിയിൽ ചോദിക്കും. വടക്ക് ഭാഗം, തെക്ക് ഭാഗം എന്നെല്ലാം ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. പോളിംഗ് സ്റ്റേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ID കാർഡ് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ എസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ കൊടുക്കണം.
അതുപോലെ തന്നെ ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ബന്ധുവിൻ്റെയോ അയൽവാസിയുടെ ക്രമ നമ്പർ നമ്മൾ കൊടുക്കണം. ഇതങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ പേര് വരുമ്പോൾ വോട്ടർ ലിസ്റ്റിൽ നമ്മുടെ കുടുംബക്കാരുടെ ഒന്നിച്ച് തന്നെ വരാൻ വേണ്ടിയാണ്, ആ ഒരു ക്രമ നമ്പർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മുടെ ഈ അപേക്ഷകനായിട്ടുള്ള ഇവരുടെ ബന്ധം എഴുതേണ്ടതുണ്ട്. 2 രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ അയൽക്കാരൻ അല്ലെങ്കിൽ കുടുംബാംഗം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് നമ്മുടെ സംബന്ധിതായകൻ്റെ, നമ്മൾ അപേക്ഷിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, അതുപോലെ നമ്മുടെ പ്രാദേശിക ഭാഷ മലയാളമായതും അതുകൊണ്ടും ഈ ഒരു റെഡ് സ്റ്റാർ നൽകി അത് നിർബന്ധമായി നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അവിടെ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കീബോർഡ് വെച്ച് ചെയ്യണം. ഞാനിവിടെ എനിക്ക് ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അത് അടിച്ചു കൊടുക്കേണ്ടതില്ല. ഓൾറെഡി നമ്മൾ മലയാളത്തിൽ അടിച്ചു, ഇനി പ്രാദേശിക ഭാഷയിൽ അടിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് സംവിധായകൻ്റെ പ്രാദേശിക ഭാഷ എന്നുള്ളിടത്ത് ഈ ഒരു കീബോർഡ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ എഴുതി വരും. ഇനി നമ്മുടെ ജെൻഡർ, വീട്ടു നമ്പർ, ഉപവീട്ടു നമ്പർ അത് മലയാളത്തിലും ഇംഗ്ലീഷിലെല്ലാം അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വീട്ടു പേര് കൊടുക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ ഉപവീട്ടു നമ്പർ അതെല്ലാം സ്റ്റാർ അല്ലാത്തതുകൊണ്ട് കൊടുക്കണമെന്നില്ല. നമ്മുടെ വീട്ടു നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും. അതിനുശേഷം സ്ഥലം മലയാളത്തിലും ഇംഗ്ലീഷിലും, പിന്നെ മലയാളത്തിൽ തന്നെ വീണ്ടും അത് തന്നെ അടിച്ചു കൊടുക്കാം. നമ്മുടെ തപാൽ ഓഫീസ് അടിച്ചു കൊടുക്കണം, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും അടിക്കണം. പിൻകോഡ് കൊടുക്കണം. പിന്നെ ഒരു ചോദ്യമുള്ളത് എത്ര നാളായി ഈ സ്ഥലത്ത് താമസിക്കുന്നു എന്നത്. ഇതിന് വർഷങ്ങളും മാസങ്ങളും കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊന്നും ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നതും ഓർക്കണം. അത് കിട്ടുന്നില്ല കുഴപ്പമൊന്നുമില്ല. ജനനത്തീയതി കൊടുക്കണം, പ്രായവും അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഫാദറിൻ്റെ പേര് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രക്ഷകർത്താവുമായുള്ള ബന്ധം, അച്ഛൻ, അമ്മ, ഭർത്താവ്, രക്ഷകർത്താവ്, നമ്മൾ രക്ഷകർത്താവിൻ്റെ പേര് കൊടുക്കുന്നുണ്ടല്ലോ, അവരായിട്ടുള്ള നമ്മുടെ ബന്ധം. പിന്നെ താലൂക്ക്, ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്താൽ മതി. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുക്കണം. ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അത് നിർബന്ധമൊന്നുമില്ല. പിന്നെ കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എഴുതിയതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക, എന്തെങ്കിലും തെറ്റുണ്ടോ, ക്ലിയർ ആണോ എന്ന് മൊത്തം നോക്കുക, വായിച്ച് മൊത്തം നോക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ ഇത് പ്രത്യേകം എടുത്തു വെക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ID ആണ്, അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഹിയറിംഗ് ഡേറ്റ് ഇവിടെ കൊടുത്തിരുന്നത് 23/3/2020. പുതിയ തീരുമാനപ്രകാരം ഹിയറിംഗിന് ഹാജരാവേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ്, അതിന് കൃത്യമായിട്ടുള്ള ചില മെത്തേഡുകളുണ്ട്. ഇമേജ് ഷുഡ് ബി ഓഫ് ദി ഫോർമാറ്റ് JPG ആവണം. മിനിമം ഇമേജ് ഡൈമെൻഷൻ വേണ്ടത് 240x320 ആണ്. 240 വിഡ്ത്തും 320 ഹൈറ്റും ആണ്. ഇമേജ് ഒരിക്കലും 5 KB താഴെയോ 30 KB കൂടുകയോ പറ്റില്ല. ഇതിലെ ഫോട്ടോ റീസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ റീസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വിശദമായി പറയുന്ന ആ വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോ കാണുക. ഇത് ചേർത്തതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയാക്കാനുള്ള തിരുത്തലുകൾ എന്ന് പറയുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിലെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, വാർഡ്, പോളിംഗ് സ്റ്റേഷന്, വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ, നമ്മുടെ സീരിയൽ നമ്പർ ഉണ്ടാവുമല്ലോ, അതും കൊടുക്കുക. ഇവിടെ നമുക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്.
നമ്മുടെ വീട്ടുപേരാണോ വീട്ടു നമ്പറാണോ ഇത് മൊത്തം നമ്മൾ നോക്കിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ള സ്ഥാനമാറ്റം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് മാത്രം 4ാമത്തെ വാർഡിലും മറ്റുള്ളവർ 3ാമത്തെ വാർഡിലായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. ആദ്യം നമ്മുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി, വാർഡ്, പോളിംഗ് സ്റ്റേഷന് നമ്മളെ വോട്ടർ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വാർഡാണെങ്കിൽ, പോളിംഗ് സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടു നമ്പർ, അതുപോലെ തന്നെ ഉപവീട്ടു നമ്പർ അത് വേണമെങ്കിൽ കൊടുത്താൽ മതി. നമ്മുടെ പേര് പ്രാദേശിക ഭാഷയിൽ, വീട്ടുപേര് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണം. സ്ഥലം ഇംഗ്ലീഷിലും മലയാളത്തിലും, സ്ഥലം പ്രാദേശിക ഭാഷയിൽ, മൊബൈൽ ഇത്രയും കൊടുത്ത് നമ്മൾ സേവ് ചെയ്താൽ നമ്മുടെ വാർഡ് ഇപ്പോൾ 4ാം വാർഡാണെങ്കിൽ നാം 3ാം വാർഡിലേക്കാണ് മാറാൻ ഉദ്ദേശിക്കുന്നത്. 3ാം വാർഡിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. എന്നിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹിയറിങ്ങിൻ്റെ ഒരു സമയം തരും. ആ ഒരു സമയം നമ്മൾ പോവുകയാണ് വേണ്ടത്. നമ്മൾ ഹിയറിങ്ങിൻ്റെ ഈ നോട്ടീസ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഹിയറിങ്ങിൻ്റെ ദിവസം പോകണം. ഇപ്പോൾ തീരുമാനപ്രകാരം ഹിയറിങ്ങിന് പോകേണ്ടില്ല എന്നാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും പേജിൽ പോയിട്ട് വോട്ടർ പട്ടിക, നമ്മളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്ന് മനസ്സിലായി. ഇനി ആ വോട്ടർ പട്ടികയിൽ എവിടെയാണ് നമ്മുടെ പേരെന്ന് കൃത്യമായി നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടുകാരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നമുക്കിങ്ങനെ വല്ലാത്ത ആശങ്ക ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കൃത്യപ്പെടുത്തേണ്ടതുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് വോട്ടർ പട്ടിക ക്ലിക്ക് ചെയ്യുക. അവിടെ നേരത്തെ ചെയ്ത പോലെ ജില്ല, നമ്മുടെ ലോക്കൽ ബോഡി, പഞ്ചായത്ത്, വാർഡ്, പോളിംഗ് സ്റ്റേഷൻ എന്നിവ നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്തപ്പോൾ കിട്ടിയതാണ് നമ്മുടെ മൊത്തം വോട്ടർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കാം. നമ്മുടെ സീരിയൽ നമ്പർ നമ്മൾ ഓൾറെഡി സീരിയൽ നമ്പർ നോക്കിയിട്ടുണ്ട്. ആ സീരിയൽ നമ്പർ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. ആ സീരിയൽ നമ്പർ വെച്ചിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. നോക്കി വെക്കുകയും നമ്മുടെ വീട്ടുകാരുടെ എല്ലാം വോട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന 100% വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക. കമൻറ്റുകൾ, നിങ്ങളുടെ വിലപിടിപ്പുള്ള കമൻറ്റുകൾ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.